പോലീസ് മർദ്ദനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. തൃശൂർ കുന്നംകുളത്ത് ജനകീയ പ്രതിഷേധ സദസ്സ് കെ.പി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. കോഴിക്കോടും മലപ്പുറത്തും കൊല്ലത്തും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സംരക്ഷണത്തിനു പകരം ആ ജീവൻ തട്ടിയെടുക്കുന്ന, ആ ജീവൻ ഇല്ലാതാക്കുന്ന തെറ്റായ നടപടിയാണ് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചത്. ഇത്ര മൃഗീയമായി ഒരു ചെറുപ്പക്കാരനെ കോടതി പറഞ്ഞിരിക്കുന്നു, ആ ചെറുപ്പക്കാരൻ മദ്യപിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്ര നിഷ്ഠൂരമായിട്ട് ആക്രമിച്ച്, സംഘം ചേർന്ന് ആക്രമിച്ചവരെ സർവീസിൽ അവരിയ്ക്കാൻ യോഗ്യരല്ല, കാക്കിയിട്ട് നടക്കാൻ അവർ യോഗ്യരല്ല. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ ചെയ്യണം. അതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ശരി, നട്രാജ് പരശുറാം കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. നട്രാജ്, ഈ കുന്നംകുളത്തെ പരിപാടി എങ്ങനെയായിരുന്നു? ആരൊക്കെ പങ്കെടുത്തു? മൊത്തമുള്ള പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ. സംസ്ഥാന വ്യാപകമായി കസ്റ്റഡി മരണങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമീപത്താണ് പരിപാടി നടന്നത്. കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭയിൽ കസ്റ്റഡി മർദ്ദനങ്ങൾ സംബന്ധിച്ചുള്ള വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമായിരിക്കും ഒരുപക്ഷെ കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാണാത്ത ആൾ എന്നും അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞു. എന്തായാലും ഈ വിഷയം കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും ഉയർത്തിക്കൊണ്ടുവരുമെന്നും കൂടുതൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുന്നംകുളത്ത് മർദ്ദനത്തിനിരയായ സുജിത്തിന് വേദിയിൽ അദ്ദേഹം ആശംസകൾ നേർന്നു. സുജിത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ആശംസ. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നിയമപോരാട്ടം നടത്തിയ വർഗീസ് എന്ന പ്രാദേശിക പ്രവർത്തകന് പാർട്ടിയിൽ പ്രമോഷനും നൽകിയതായി അദ്ദേഹം അറിയിച്ചു. വർഗീസിനെ തൃശൂർ DCCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി ഇത് ചർച്ചയാക്കാനാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കും കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയത്. ശരി, നടരാജാണ് വിവരം.